ഫ്രണ്ട്സ്, നമ്മൾ കുറേ ദിവസമായില്ലേ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട്. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യാത്ത കാരണമാണ് കേട്ടോ ഞാൻ ഇതുവരെ ഡേ ഇൻ മൈ ലൈഫൊന്നും ഇടാതെ ഞാൻ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ടിരുന്നത്. എടുത്തു തരാനും ആളില്ല, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത് വെച്ചൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിരുന്നു. എഡിറ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല, അതുകൊണ്ട് പിന്നെ ഇട്ടിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വന്നത് നിങ്ങളോടൊരു സങ്കടകരമായ കാര്യം പറയാനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അതുതന്നെയാണ്. എനിക്കിനി ഒരു 10 ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു വർഷം തികയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിൽ 4000 വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ലേ. എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ എനിക്ക് എൻ്റെ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സബ്സ്ക്രൈബേഴ്സ് പിന്നെ എങ്ങനെയെങ്കിലും ലൈവൊക്കെ ഇട്ടാലൊക്കെ കയറുന്നതാണ്. ഇതെനിക്ക് ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റില്ല കേട്ടോ വാച്ച് ടൈം. പിന്നെ ഇനി ഫെബ്രുവരി മുതൽ ടൈമൊക്കെ ഇരട്ടിയായി മാറ്റും എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിഷമത്തോടെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ വെറുതെ ഇരുന്ന് പറയാൻ. എനിക്ക് പനിയൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ടപ്പുള്ളത്. ആകെ വല്ലാത്തൊരു കോലമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പഴയൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം എൻ്റെ വോയിസ് ഓവർ ചേർക്കാൻ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്താ ചിക്കൻ കറി നെയ്ച്ചോറും വെച്ചിട്ട് ഈ വേറെയുള്ള കാര്യം പറയുന്നതെന്ന് പറയരുത് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഉള്ളത് പറയാലോ, എങ്ങനെ അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ മുന്നേ എനിക്ക് തന്നെയാണ് പറ്റിയത് കേട്ടോ. ഇത്രയും വാച്ച് ടൈം ആവാനായപ്പോൾ ചാനൽ നിർത്തിയിട്ട് പോവേണ്ട വന്നു. ഇനി ഇതും എനിക്ക് സാധിച്ചില്ലെങ്കിൽ എനിക്ക് ഈ മോണിറ്റൈസേഷൻ എന്നതൊരു കിട്ടാക്കനിയാണ് ആയി മാറും. ഞാൻ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ മൈ വേ ബൈ ശ്രീ എന്നുള്ള ചാനൽ തുടങ്ങിയത്. ഒത്തിരി ആൾ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും അസുഖങ്ങളും മറ്റും കാരണം വീഡിയോ ഒന്നും കൃത്യമായിട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ടാണത് ഇങ്ങനെ പോയത് കേട്ടോ. അപ്പോൾ 2 ആഴ്ചയോളമായിട്ട് നല്ല വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. വീഡിയോ എടുത്ത് തരാനും ആളില്ല, സാഹചര്യവും ഇല്ല. അങ്ങനെ ഒക്കെ ആയിട്ട് നീണ്ട് നമ്മുടെ വീഡിയോക്ക് ഇടയിലൊക്കെ ഗ്യാപ്പ് വന്നു. കൺസിസ്റ്റൻസി ഉണ്ടായാൽ മാത്രമേ ശരിക്കും നമുക്കിതിൽ വിജയിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യണമെന്ന്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഓരോ പ്രശ്നങ്ങളായിട്ടുണ്ടാവുന്നത്. എങ്ങനെ അതൊക്കെ തരണം ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഒത്തിരി വലിയൊരാഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു വരുമാനം കയ്യിൽ കിട്ടണം എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ കണ്ടെത്തിയ മാർഗ്ഗമാണ് ഈ കണ്ണിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഞാൻ ഒരു വരുമാന മാർഗ്ഗം ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ വെച്ചിട്ട് ഈ ചാനൽ തുടങ്ങിയത് കേട്ടോ. കാരണം എൻ്റെ വീഡിയോയിൽ അത്രയ്ക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമ്മളായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ചെങ്കിലും ആൾക്കാരൊക്കെ ഉണ്ടെന്നുള്ളതാണ്. എൻ്റെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അവരൊക്കെ കണ്ടാൽ തന്നെ മതി, നമുക്ക് അത്യാവശ്യമൊക്കെ ആയി കിട്ടും. പക്ഷെ എനിക്ക് വീഡിയോ നേരെ ഇടാൻ പറ്റാത്ത തെറ്റെൻ്റെ അടുത്ത് തന്നെയാണ്. വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. എന്താ ചെയ്യുക, മറ്റുള്ളവരുടെ മുൻപിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വരുമാന മാർഗ്ഗം ആവുമല്ലോ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് കേട്ടോ. ഈ ചാനൽ തുടങ്ങിയത്. സൗണ്ടൊക്കെ പോകുന്നുണ്ട്, എനിക്ക് ഒത്തിരി ശ്വാസം മുട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. ഒരു പനിയൊക്കെ വന്ന്, അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വീഡിയോയിൽ വരാത്തത് തന്നെ. ഇവർ 3 ആൾ രണ്ടാമത്തെ പ്രസവത്തിൽ ട്രിപ്ലറ്റ്സ് ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല. അതിന് ശേഷം എനിക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരും, ഇമ്മ്യൂണിറ്റി പവറൊക്കെ പോയ പോലെ. ഇവരുണ്ടായതിന് ശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഇരുന്നിട്ട് ഒന്നിനും നേരം കിട്ടാതായി. അതാണ് ഞാൻ കണ്ണൊന്നും ഇങ്ങനെ ആയതുപോലും അറിഞ്ഞില്ല, എല്ലാം പെട്ടെന്നായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങളോട് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. നമുക്ക് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനോടും എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. എല്ലാ വീഡിയോസും എല്ലാവരും ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ ടൈമൊക്കെ ഒന്ന് കിട്ടുമായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. പ്ലീസ് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരോടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് പറഞ്ഞിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഒന്ന് വലിയൊരു സഹായമായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്.
ഞാൻ എന്താ പറയുക, അത്രയ്ക്കും വിഷമത്തോടെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ 26-ാം തീയതി മുതൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത വീഡിയോസിൻ്റെ സമയം മുഴുവൻ കട്ടായി പോകും കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എൻ്റെ അടുത്ത് ഒരു ഫോണിൽ നിന്ന് കാണാൻ പോലും ഇല്ല, സത്യം പറയാലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമയമാണല്ലോ ഈ കട്ടായി പോകുന്ന ആലോചിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് സങ്കടം എന്നാണെന്ന് പറയാൻ അറിയില്ല കേട്ടോ. അത് ഫസ്റ്റിലുള്ള വീഡിയോസിനൊക്കെ 50-100 മണിക്കൂറുകളാണ് ഓരോ വീഡിയോയിലും കട്ടായി പോവുക. അത് മുഴുവൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇത് തുടരുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം പ്ലീസ് പ്ലീസ്. നിങ്ങൾ എന്താ ഇരക്കണമെന്ന് വിചാരിക്കരുത് കേട്ടോ. കാരണം എനിക്ക് അത്രയ്ക്ക് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞില്ലേ 26-ാം തീയതി വരെയുള്ള ഡേറ്റ് മാത്രം, 25-ാം തീയതിയോട് കൂടി തീരും. അതിൻ്റെ മുന്നേ എനിക്ക് ഇത്രയും സമയം ഒരു 10-700 മണിക്കൂറായി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും മക്കളെ. അപ്പം എല്ലാവരുടെ ഹെൽപ്പ്, എല്ലാവരും കൂടി ഈ വീഡിയോ ഒന്ന് അങ്ങോട്ട് മിന്നിച്ചേക്കണേ. എന്നാലും മതി, എനിക്ക് സമയമാവും. എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് ചേർത്ത് നിർത്തണം പ്ലീസ്. എന്നാലേ എനിക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് കരുതുന്നു. എല്ലാവരും നല്ല കമൻറ്റൊക്കെ ചെയ്യണം കേട്ടാ. പിന്നെ ഈ വീഡിയോയിലുള്ള സീനുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. കാരണം അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഓർഡർ പോലും അല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ക്യാമറേന് മുന്നിൽ നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. ക്യാമറയിൽ മുന്നിൽ ഇരുന്നിട്ട് തന്നെ എൻ്റെ വീഡിയോസൊക്കെ ചെയ്യൽ. ഇപ്പോൾ എനിക്ക് പനിയും വയ്യാത്ത കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പഴയൊരു വീഡിയോ എടുത്തു വെച്ചിരുന്നത് ഉണ്ടായിട്ട് എഡിറ്റ് ചെയ്തിട്ട് അതിൽ വോയിസ് ഓവറായിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയാണ് കേട്ടോ. കാരണം വയ്യായൊക്കെ മാറുമ്പോഴേക്ക് ചിലപ്പോൾ എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. വേറൊരു വരുമാന മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കെഞ്ചുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൈഫൈ ഉള്ളവരൊക്കെ ആണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. നമ്മളെ സ്വന്തം കയ്യിലൊരു 10 പൈസ കിട്ടിയിട്ട് അത് ഉപയോഗിച്ച് നമുക്ക് ജീവിക്കാൻ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും സഹായിക്കണം.